കുവൈറ്റ് നാഷണൽ മ്യൂസിയവുമായി സഹകരിച്ച് കുവൈറ്റ് ഫിലാറ്റലിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പേപ്പർ ലോഹ നാണയ പ്രദർശനം കുവൈറ്റ് നാഷണൽ മ്യൂസിയത്തിൽ ആരംഭിച്ചു. 2019 ആരംഭിച്ച പ്രദർശനത്തിന്റെ ഓരോ പതിപ്പിലും പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവും പ്രദർശനങ്ങളുടെ വൈവിധ്യവും ഉണ്ടായിട്ടുണ്ടെന്ന് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ആദിൽ അൽ അബ്ദുൾ റസാഖ് കുവൈറ്റ് ന്യൂസ് ഏജൻസിയോട് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വർഷത്തെ പ്രദർശനം സവിശേഷമാക്കുന്നത് നിരവധി അപൂർവ നാണയങ്ങൾ ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിലൂടെയും ഈ പ്രത്യേകത സാംസ്കാരികവും ചരിത്രപരവുമായ മൂല്യം നൽകുന്നുവെന്നും അൽ അബ്ദുൾ റസാഖ് കൂട്ടിച്ചേർത്തു. പ്രത്യേക പ്രവർത്തനങ്ങളുടെയും പരിപാടികളുടെയും ശേഖരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നതിനും സൊസൈറ്റി നൽകുന്ന വലിയ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ കുവൈത്തിനകത്തും പുറത്തുമുള്ള ഏകദേശം 300ഓളം അംഗങ്ങൾ അസോസിയേഷനുണ്ടെന്നും ഈ ഹോബിയിൽ താല്പര്യമുള്ളവർ ഏവരെയും ചേരാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ വർഷത്തെ പ്രദർശനത്തിൽ അപൂർവ ഇസ്ലാമിക നാണയങ്ങൾക്കൊപ്പം കുവൈറ്റ് അന്താരാഷ്ട്ര സ്വർണ്ണ വെള്ളി നാണയങ്ങളുടെ ഒരു വലിയ ശേഖരം ഉൾപ്പെടുന്നുവെന്ന് ദേശീയ കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഹസൻ അഷ്കാനാനിയുടെ ഇസ്ലാമിക സ്വർണ്ണ ദിനാർ ശേഖരം, തവീല അൽ ഹസ നാണയത്തിന്റെ വ്യത്യസ്ത ശൈലികൾ, മുഹമ്മദ് അൽ ബന്നായുടെ ശേഖരത്തിലെ ആദ്യത്തെ കുവൈറ്റ് നാണയമായ ബൈസ എന്നിവ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. ഡോക്ടർ അഫ്സാൻ അൽ മുഹൈനിയുടെ ലോകകപ്പ് നാണയങ്ങളുടെ ശേഖരവും, ഹിഷാം അൽ ബലാമിന്റെ അപൂർവ ഗൾഫ് വെള്ളി നാണയങ്ങളുടെ ശേഖരവും, ഡോക്ടർ ആദിൽ അൽ അബ്ദുൾ റസാഖിന്റെ കുവൈറ്റ് ബാങ്ക് നോട്ടുകളിലെ അച്ചടി പിശകുകളുടെ ശേഖരം, അബ്ദുൾ അസീസ് അൽ മുസലാമനി പുറത്തിറക്കിയ യൂറോ ബാങ്ക് നോട്ട് ലക്കങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്ത് അച്ചടിച്ച് അക്കാലത്ത് കുവൈറ്റിൽ പ്രചരിച്ചിരുന്ന 15 രൂപ മൂല്യമുള്ള സ്വർണ്ണ അൽമഹർ നാണയം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളൊന്നാണെന്ന് അദ്ദേഹം പരാമർശിച്ചു. വാർഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേനൽക്കാലം മുഴുവൻ പ്രദർശനം തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി ഐ പി സുനേഷ് വെങ്ങര.